നിങ്ങൾ ഇപ്പോഴും കൺവെൻഷണൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിസൾട്ടും കൺവെൻഷണലായിരിക്കും. ഇവിടെയാണ് അൺകൺവെൻഷണൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രസക്തി. അൺകൺവെൻഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതായത് സാധാരണ രീതിയിൽ ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ചെയ്യുക. ഉദാഹരണത്തിന് ബോബി ചെമ്മണ്ണൂർ ബോച്ചെ അദ്ദേഹത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന അൺകൺവെൻഷണൽ മാർക്കറ്റിംഗ് ആണ്, അല്ലേ? ഒരു സ്റ്റണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് പബ്ലിസിറ്റി സ്റ്റണ്ട് എടുത്തുകൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അൺകൺവെൻഷണൽ മാർക്കറ്റിങ്ങിൽ അതുപോലെ തന്നെ ചെയ്യുന്ന ഒന്നാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ്. അതായത് ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് അതിനെ എത്രയും മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുകയും അത് ബേസ് ചെയ്തുകൊണ്ട് ആളുകളെ കൊണ്ട് ഒരുപാട് അതിനെ ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ഇതെല്ലാം അൺകൺവെൻഷണൽ മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. അതുപോലെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അൺകൺവെൻഷണൽ മാർക്കറ്റിംഗ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെ.